Good morning dear students and warm welcome to our fourth online class. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് ആണ്. തിയറീസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡൽസ് നോക്കാം. ഈ മോഡൽസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചർ, ഓരോ രാജ്യത്തും എങ്ങനെയുള്ള കൾച്ചറുണ്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കോർപ്പറേറ്റ് ഗവർണൻസിനെയാണ് നമ്മൾ മോഡൽസ് ആയിട്ട് പറയുന്നത്. നമ്മുടെ ഈ ഇന്നത്തെ ചാപ്റ്ററിൽ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡൽസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തേത് ആംഗ്ലോ അമേരിക്കൻ മോഡൽ, രണ്ടാമതായിട്ട് ജർമ്മൻ മോഡൽ, മൂന്നാമതായിട്ട് ജപ്പാനീസ് മോഡൽ. ഈ 3 മോഡലാണ് കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഡിഫറൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഓരോ നേഷൻ്റെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചർ എങ്ങനെയൊക്കെയാണ് ഒരു കോർപ്പറേറ്റ് ഗവർണൻസിനെ എഫക്റ്റ് ചെയ്യുക, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് 3 വെൽ നോൺ കോർപ്പറേറ്റ് ഗവർണൻസ് സിസ്റ്റം ആക്കിയിട്ട് മാറ്റിയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതെന്താണ്? ആംഗ്ലോ അമേരിക്കൻ മോഡലാണ്. അപ്പോൾ ആംഗ്ലോ അമേരിക്കൻ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പറയുന്ന വേറൊരു പേരാണ് ആംഗ്ലോ സാക്സൺ മോഡൽ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആംഗ്ലോ സാക്സൺ മോഡൽ. ഇറ്റ് ഈസ് യൂസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് ഇൻ USA, UK, കാനഡ, ഓസ്ട്രേലിയ ആൻഡ് സം കോമൺവെൽത്ത് കൺട്രീസ്. അപ്പോൾ ആംഗ്ലോ അമേരിക്കൻ മോഡൽ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള അമേരിക്കൻ കൺട്രീസ്, സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ കോമൺവെൽത്ത് നേഷൻസിലാണ് ഇത് കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുന്നത്. USA, UK, കാനഡ, ഓസ്ട്രേലിയ അതുപോലെയുള്ള വെൽത്ത് കൺട്രീസിലാണ് ആംഗ്ലോ അമേരിക്കൻ മോഡൽ കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്നത്. In this model, ownership and control is separated and the primary objective of this model is to increase the interest of the shareholders. നമ്മൾ ഏജൻസി തിയറിയിൽ പറയുന്ന സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഈ ആംഗ്ലോ അമേരിക്കൻ മോഡലിൽ പറയുന്നത്. അതായത് ആംഗ്ലോ അമേരിക്കൻ മോഡൽ എന്ന് പറയുന്നത് അവിടെ ഓണർഷിപ്പും കൺട്രോൾ എന്ന് പറയുന്നതിനെ സെപ്പറേറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ വാല്യൂ മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ഇൻട്രസ്റ്റ് ആണ് ആംഗ്ലോ അമേരിക്കൻ മോഡലിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. So the shareholders are the owner of the company. They invest their capital to companies. Therefore, they are the main risk bearers. ഷെയർഹോൾഡേഴ്സ് ആണ് അവിടുത്തെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയാം. അപ്പോൾ ആ ഇൻവെസ്റ്റേഴ്സ് ആ കമ്പനിയിൽ അവരുടെ സേവിങ്സ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവരായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് റിസ്ക് ബെയറേഴ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഷെയർ ഹോൾഡേഴ്സിന് മാക്സിമം റിട്ടേൺ എന്ന് പറയുന്നത് കിട്ടണം എന്നുള്ള ഒരു ഒബ്ജക്റ്റീവ് ആയിരിക്കും അവർക്കുണ്ടായിരിക്കുക. അത് തന്നെയായിരിക്കും അവരുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ദസ് വാല്യൂ മാക്സിമൈസേഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് മോഡൽ. അതുകൊണ്ട് തന്നെ ഇവരുടത്തെ ആംഗ്ലോ അമേരിക്കൻ മോഡലിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണ്? വാല്യൂ മാക്സിമൈസേഷൻ തന്നെയാണ്. ബിസൈഡ്സ് ഷെയർ ഹോൾഡേഴ്സ് ഹാവ് വെരി ഇമ്പോർട്ടൻറ്റ് റൈറ്റ്സ് ഇൻ ദ കമ്പനി. അതോടൊപ്പം തന്നെ അവർക്ക് വാല്യൂ മാക്സിമൈസേഷൻ എന്ന് പറയുന്നുണ്ടെങ്കിലും ഓരോ കമ്പനിയിലും പ്രൈമറി റൈറ്റ് എന്ന് പറയുന്നത് ആർക്കായിരിക്കും? ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും. ഫോർ എക്സാമ്പിൾ, ദേ ഹാവ് എ റൈറ്റ് ടു അഡോപ്റ്റ് എ ചേഞ്ച് ഇൻ ദ റൂൾസ്, മേ ഒബ്റ്റെയിൻ ഡിവിഡൻഡ് ഇൻകം ഫ്രം പ്രോഫിറ്റ്സ്, ഹാവ് എ റൈറ്റ് ടു ഇൻസ്പെക്ട് ആൻഡ് ദേ മേ ടേക്ക് സം സ്ട്രാറ്റജിക് ഡിസിഷൻ സച്ച് ആസ് ദ മെർജർ ഓർ ദ അക്വിസിഷൻ. അപ്പോൾ എന്തൊക്കെ റൈറ്റാണ് ആംഗ്ലോ അമേരിക്കൻ മോഡലിൽ ഷെയർ ഹോൾഡേഴ്സിനുള്ളത്? അവർക്ക് സ്പെഷ്യലായിട്ടുള്ള റൂൾസ് അഡോപ്റ്റ് ചെയ്യാം, മുമ്പുണ്ടായിരുന്ന റൂൾസിൽ മാറ്റം വരുത്താം, അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് മാറ്റം വരുത്താനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. ഏത് സ്ഥാപനത്തിലും അല്ലെങ്കിൽ എവിടെയാണെങ്കിലും അവർക്ക് ഇൻസ്പെക്ട് ചെയ്യാനും അതുപോലെ തന്നെ സ്ട്രാറ്റജിക് ഡിസിഷൻസ് എടുക്കാനും റിലേറ്റഡ് ടു മെർജർ ആൻഡ് അക്വിസിഷൻ എന്ന് പറയുന്ന കേസിലും അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള റൈറ്റാണ് ആംഗ്ലോ അമേരിക്കൻ മോഡലിൽ ഷെയർ ഹോൾഡേഴ്സിനുള്ളത്. However, in this model, it is believed that shareholders may not have enough ability to run the company in a professional manner. ഇവിടെ ഷെയർ ഹോൾഡേഴ്സിന് നമുക്കറിയാം, ഏജൻസി തിയറി പറയുമ്പോൾ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഷെയർ ഹോൾഡേഴ്സ് ഇന്നെഫിഷ്യൻ്റ് ആയതുകൊണ്ട് അവരാരെ ഹയർ ചെയ്യുന്നു?
ഏജൻസിനെ ഹയർ ചെയ്യുന്നു. ഏജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ മാനേജേഴ്സ് എന്ന് പറയുന്നവരാണ് ഏജൻസ്. ആ എക്സ്റ്റേണൽ ഏജൻസിനെ ഹയർ ചെയ്യുന്ന സിസ്റ്റമാണ് ഏജൻസി പോളിസി എന്ന് പറയുന്നത്. ആ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ ആംഗ്ലോ അമേരിക്കൻ മോഡലിൽ ഫോളോ ചെയ്യുന്നത്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നവർ എങ്ങനെയായിരിക്കും? ഇന്നെഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിരിക്കും. ഇൻ ദിസ് റെസ്പെക്ട് ദേ നീഡ് എൻ എക്സ്റ്റേണൽ ഏജൻറ്റ് ഫോർ ദ മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു എക്സ്റ്റേണൽ ഏജൻറ്റിനെ ആ ഫേമിൻ്റെ അല്ലെങ്കിൽ കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഹയർ ചെയ്യേണ്ടതായിട്ട് വരും. They continue to monitor them in order to ensure whether the external agent works for the benefit of the company or not. അപ്പോൾ ഒരു എക്സ്റ്റേണൽ ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്ത് മിണ്ടാതെ ഇരുന്നാൽ പറ്റുമോ ഷെയർ ഹോൾഡേഴ്സ്? ഇല്ല. അവരെന്ത് ചെയ്യേണ്ടി വരും? അവരെ ഹയർ ചെയ്തിട്ടുള്ള ഈ എക്സ്റ്റേണൽ ഏജൻസ് എന്ന് പറയുന്നത് ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെയും ഒബ്ജക്റ്റീവ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യേണ്ട ഉത്തരവാദിത്തമാർക്കാണ്? ഷെയർ ഹോൾഡേഴ്സാണ്. These relations between shareholders and external agents are accepted as the most important issue of Anglo-American model, which is defined as the principal agent problem or agency problem. അപ്പോൾ ഏജൻസി തിയറിയിൽ പറഞ്ഞ പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പ് തന്നെയാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പൽ ഏജൻറ്റ് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റും ഇവിടെ ഒരു പ്രോബ്ലമായിട്ട് അറൈസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ആ പ്രോബ്ലത്തിന് പറയുന്ന പേരാണ് എന്ത്? ഏജൻസി പ്രോബ്ലം എന്നുള്ളത്. The agency problem can lead to conflict of interest between the inexperienced shareholders and the professional external agents in the company. അപ്പോൾ ഇവിടെ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഇന്നെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സും അതുപോലെ തന്നെ പ്രൊഫഷണൽസ് ആയിട്ടുള്ള എക്സ്റ്റേണൽ ഏജൻറ്റ് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് നമ്മുടെ ഈ ആംഗ്ലോ അമേരിക്കൻ മോഡലിൽ ഉണ്ടാകുന്നത്. Shareholders are accepted as the owner of the company and they delegate some external agents in order to run the company in a professional manner. അപ്പോൾ ഇന്നെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ്, പക്ഷെ അവരാരാണ്? ഓണേഴ്സ് ആണ്. അവർ ഹയർ ചെയ്യുന്നത് എക്സ്റ്റേണൽ ഏജൻസ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെയാണ്. അവരെന്തിനു വേണ്ടിയിട്ടാണ് ഈ എക്സ്റ്റേണൽ ഏജൻസിനെ ഹയർ ചെയ്യുന്നത്? ഒരു പ്രൊഫഷണൽ മാനറിൽ അവരുടെ സ്ഥാപനം കൊണ്ടു നടക്കാൻ, റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ എക്സ്റ്റേണൽ ഏജൻസിനെ ഹയർ ചെയ്യുന്നത്. Thus the model primarily focus on the value maximization of shareholders. പക്ഷെ അവിടെ എന്ത് ഇൻട്രസ്റ്റ് ആണ് എക്സ്റ്റേണൽ ഏജൻസ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്? ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ഒരു താല്പര്യത്തിനാണ് ഇവിടെ മുൻതൂക്കം കൊടുക്കേണ്ടത്. In order to clearly understand the Anglo-American model, it can be useful to know the main participants of this model. ഇവിടെ ആംഗ്ലോ അമേരിക്കൻ മോഡലിൽ നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആരൊക്കെയാണ് ഇവിടെ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത്. ഈ മോഡലിൽ ആരൊക്കെയാണ് ഇവിടെ പാർട്ടിസിപ്പൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് സ്റ്റഡി ചെയ്യേണ്ടത്. ആരൊക്കെയാണ്? ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ ഏജൻസ് ഉണ്ട്. ഇവരാണ് ഈ ആംഗ്ലോ അമേരിക്കൻ മോഡലിൽ മെയിൻ ആയിട്ടുള്ള പാർട്ടിസിപ്പൻസ് എന്ന് പറയാം. ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? അവർ ആ ഓർഗനൈസേഷൻ്റെ ഇൻവെസ്റ്റേഴ്സാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് ആംഗ്ലോ അമേരിക്കൻ മോഡലിലാണെങ്കിൽ ഒരേ ഒരു ചെയർപേഴ്സണെയാണ് റൺ ചെയ്യാനായിട്ട് വിചാരിക്കുന്നത്. ഇനി എക്സ്റ്റേണൽ ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽസിനെ പുറത്തുനിന്ന് ഹയർ ചെയ്യുന്നവരെയാണ് എക്സ്റ്റേണൽ ഏജൻ്റായിട്ട് പറയുക. ഈ 3 പാർട്ടിസിപ്പൻസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി നടത്താം. ഫസ്റ്റ് വൺ, ദ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സ് ആണ്. Shareholders play a key role in this model since they are owners and they have some certain rights in the company. ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ആ കമ്പനിയുടെ ഓണേഴ്സാണ്. അതോടൊപ്പം തന്നെ ആ കമ്പനിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റ്സ് ഹോൾഡ് ചെയ്യുന്ന ആ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. They generally delegate directors in order to be run in the company. However, even if the shareholders appoint a director, they also keep monitoring the directors, which led to the agency cost in the company. കമ്പനിയുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഏജൻറ്റിനെ അപ്പോയിൻ്റ് ചെയ്യുന്ന ഡ്യൂട്ടി ആരാണ് ചെയ്യേണ്ടത്? ഷെയർ ഹോൾഡേഴ്സാണ്. അവർ ഡയറക്ടേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? അവരുടെ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ ഏജൻസി കോസ്റ്റ് എന്ന് പറയുന്നത് ആരാണ് കൺട്രോൾ ചെയ്യേണ്ടത്? ഷെയർ ഹോൾഡേഴ്സ് കൺട്രോൾ ചെയ്യുകയും വേണം. അതോടൊപ്പം തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റ് എന്ന് പറയുന്നത് ആര് പ്രൊട്ടക്റ്റ് ചെയ്യണം? ഈ അപ്പോയിൻ്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുകയും വേണം. അതാണ് ഫസ്റ്റ് പാർട്ടിസിപ്പൻ്റ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. രണ്ടാമത്തെ പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഇവിടെ ഒരേ ഒരു സിംഗിൾ പേഴ്സൺ ആയിരിക്കും ബോർഡ് ഓഫ് ഡയറക്ടർ എന്ന് പറയുന്നത്.
The board of directors has an important role in the company. This model consists of a single board of directors called a one-tier system. അതാണ് ആംഗ്ലോ അമേരിക്കൻ മോഡലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന പാർട്ടിസിപ്പൻറ്റിൽ ഒരേ ഒരു ബോർഡ് ഓഫ് ഡയറക്ടറേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ആ സിസ്റ്റത്തിന് നമ്മൾ എന്തായിട്ട് പറയാം, one-tier system എന്ന് പറയാം. The board of directors is selected by the shareholders and their main responsibilities are to control the performance of the company, to select, monitor and remove external agents, to approve the essential payments and to delegate some committees such as the audit committee. എന്തൊക്കെയാണ് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്? ഇവരെ അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ളത് ആരാണ്? ഷെയർ ഹോൾഡേഴ്സാണ്. അപ്പോൾ ആരോടാണ് അക്കൗണ്ടബിൾ ആയിരിക്കുന്നത്? ഷെയർ ഹോൾഡേഴ്സിനോടാണ് ഈ ഡയറക്ടേഴ്സ് അക്കൗണ്ടബിൾ ആയിരിക്കുന്നത്. ഈ ഡയറക്ടേഴ്സാണ് എക്സ്റ്റേണൽ ഏജൻസിനെ അപ്പോയിൻ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇംപ്ലിമെൻ്റ് ചെയ്ത് കൊടുക്കുകയും റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയും അവരെ മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നത് ആരായിരിക്കും? ഈ സിംഗിൾ ടയർ സിസ്റ്റത്തിലുള്ള ബോർഡ് ഓഫ് ഡയറക്ടർ ആയിരിക്കും. അതോടൊപ്പം തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്മിറ്റീസ്, ഓഡിറ്റ് കമ്മിറ്റീസ് പോലെയുള്ള കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങളെ ഓർഗനൈസ് ചെയ്യുകയും അതുപോലെ തന്നെ മോണിറ്റർ ചെയ്യുകയും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ആർക്കുണ്ട്? നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടറായിട്ടുള്ള സിംഗിൾ ടയർ സിസ്റ്റത്തിൽ അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള ആൾക്കുണ്ട്. നെക്സ്റ്റ് പാർട്ടിസിപ്പൻ്റ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഏജൻ്റ് ആണ്. Third participant of this model is the external agent. External agents are liable for controlling the day-to-day affairs of companies. അപ്പോൾ ഡയറക്ടേഴ്സ് അപ്പോയിൻ്റ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഏജൻസ് എന്ന് പറയുന്നവരാണ് എന്ത് നോക്കേണ്ടത്? ഡേ ടു ഡേ അഫയേഴ്സ് എങ്ങനെയൊക്കെയാണ് നടത്തിക്കൊണ്ടു പോകേണ്ടത്, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ആരായിരിക്കും ചെയ്യുന്നത്? എക്സ്റ്റേണൽ ഏജൻസ് ആയിട്ടുള്ള മാനേജേഴ്സ് ആയിരിക്കും ചെയ്യുന്നത്. They monitor the performance of corporation, adopt investment policies, aim to increase the interest of shareholders. അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ആ ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ആ കോർപ്പറേഷൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് മോണിറ്റർ ചെയ്യുകയും ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസീസ് അപ്ലൈ ചെയ്യുകയും അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? വാല്യൂ മാക്സിമൈസേഷൻ ആണ്. അത് ഇൻക്രീസ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ആർക്കുണ്ട്? നമ്മുടെ എക്സ്റ്റേണൽ ഏജൻസിന് ഉണ്ട്. ഇനി ആരൊക്കെയാണ് ആംഗ്ലോ അമേരിക്കൻ മോഡലിലെ പ്ലെയേഴ്സ് എന്ന് പറയുന്നത്? പ്ലെയേഴ്സ് ആയിട്ട് വരുന്നത് മാനേജ്മെൻ്റ് ഉണ്ട്, ഡയറക്ടേഴ്സ് ഉണ്ട്, ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ഈ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞ് ആരൊക്കെയാണ്? ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ഗവൺമെൻറ് ഏജൻസീസ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻസ്. ഇവരെല്ലാവരും ചേർന്നതാണ് നമ്മൾ ആരെ പറയുന്നത്? ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൺസൾട്ടിംഗ് ഫേംസും അഡ്വൈസിങ് കമ്മിറ്റീസും ചേർന്നതാണ് ആംഗ്ലോ അമേരിക്കൻ മോഡലിലെ പ്ലെയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആംഗ്ലോ US മോഡൽ ഇൻക്ലൂഡ് മാനേജ്മെൻറ്റ്, ഡയറക്ടേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, എസ്പെഷ്യലി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ഗവൺമെൻറ് ഏജൻസീസ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, self-regulatory organization and consulting firms which advise corporation and shareholders on corporate governance and proxy voting. ഇത്രയാണ് നമ്മുടെ പ്ലെയേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് എന്താണ്? കോർപ്പറേഷനെ അഡ്വൈസ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിനെ കോർപ്പറേറ്റ് ഗവേണൻസിൽ സപ്പോർട്ട് ചെയ്യുക, പ്രോക്സിങ് ദ വോട്ടിങ്ങിലെ പ്രോക്സി ആയിട്ട് പെരുമാറുക, ആക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രത്യേകമായിട്ടുള്ള റോൾസ് എന്ന് പറയുന്നത്. ഓഫ് ദീസ് ദ 3 മേജർ പ്ലെയേഴ്സ് ആർ മാനേജ്മെൻറ്റ്, ഡയറക്ടേഴ്സ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ്. ഇതിൽ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ്? മാനേജ്മെൻറ്റ്, ഡയറക്ടേഴ്സ്, അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആവാം, ഗവൺമെൻറ് ഏജൻസീസ് ആയിരിക്കാം, അതും അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആയിരിക്കാം, സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻസ് ആയിരിക്കാം, കൺസൾട്ടിംഗ് ഫേംസ് ഒക്കെ ആരാവാം? ഷെയർ ഹോൾഡേഴ്സ് ആവാം. They form what is commonly referred to as the corporate governance triangle. ഇവരെല്ലാവരും ചേർന്നതാണ് നമ്മുടെ കോർപ്പറേറ്റ് ഗവേർണൻസിലെ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ട്രയാങ്കിളിന് എത്ര സൈഡ് ഉണ്ട്? 3 സൈഡാണുള്ളത്. അപ്പോൾ ആ 3 സൈഡ് എന്ന് പറയുന്നതാണ് ആരൊക്കെ? മാനേജ്മെൻറ്റ്, ഷെയർ ഹോൾഡേഴ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഓക്കെ, ഈ 3 പേരുമാണ് ഇമ്പോർട്ടൻ്റ് റോള് ഇവിടെ പ്ലേ ചെയ്യുന്നത്. അവരുടെ മെയിൻ എയിം എന്താണ്? ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതും ഇൻട്രാക്ഷൻ എന്ന് പറയുന്നതിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ഈ ഡയഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
This traditional model of corporate governance is characterized by a separation of ownership and management. അപ്പോൾ ട്രഡീഷണൽ മോഡലായിട്ടുള്ള ആംഗ്ലോ അമേരിക്കൻ മോഡലിൽ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഫോക്കസിങ് എന്ന് പറയുന്നത് സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് ദ കൺട്രോളിങ്, അതിനെയാണ് ഇവിടെ എന്തായിട്ട് പറയുന്നത്? മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ലിബറൽ മോഡൽ വിച്ച് ഈസ് കോമൺ ഇൻ ആംഗ്ലോ അമേരിക്കൻ കൺട്രീസ് വിച്ച് ടെൻസ് ടു ഗിവ് പ്രയോറിറ്റി ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു ആംഗ്ലോ അമേരിക്കൻ കൺട്രീസിൽ ഏറ്റവും പോപ്പുലറായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ലിബറലായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇത് ആംഗ്ലോ അമേരിക്കൻ മോഡൽ എന്ന് പറയുന്നത്. The chief executive officer has broad powers to manage the corporation on a daily basis, but needs to get board approval for certain major actions such as hiring his immediate subordinates, raising money, acquiring another company, major capital expansions or other expensive projects. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്കാണ് ബോർഡ് പവേഴ്സും ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്തിനുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്? ഡെയിലി എഫ്ഐആർ അതിൽ ഇൻവോൾവ് ചെയ്യുകയും അതോടൊപ്പം തന്നെ മോണിറ്റർ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തമാണ് അവിടെ വരുന്നത്. അവിടെ ആരുടെ അപ്രൂവൽ വേണം? ബോർഡിൻ്റെ അപ്രൂവൽ വേണം. അതായത് നമ്മൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്ന ആൾ അവിടെ പ്രവർത്തിക്കുമ്പോൾ അവിടെ പ്രയർ അപ്രൂവൽ ആരുടെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കണം? ബോർഡിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കണം. എന്തിനൊക്കെയാണ് ഈ പ്രയർ അപ്രൂവൽ ആവശ്യമുള്ളത്? ഹയറിങ് ഹിസ് ഇമ്മീഡിയറ്റ് സബോർഡിനേറ്റ്സിനെ ഹയർ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിന് ആവശ്യമുള്ള പണം റേസ് ചെയ്യുമ്പോഴും അതോടൊപ്പം തന്നെ ഒരു എക്വയറിങ് അനദർ കമ്പനി, വേറെ ഏതെങ്കിലും കമ്പനീനെ എക്വയർ ചെയ്യുമ്പോൾ, ക്യാപിറ്റൽ എക്സ്പാൻഷൻ നടത്തുമ്പോൾ, എക്സ്പെൻസീവ് പ്രൊജക്ട്സ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആരുടെ പെർമിഷൻ വേണം? ബോർഡിൻ്റെ പെർമിഷനോട് കൂടി മാത്രമേ ഇവർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. Other duties of the board may include policy setting, decision making, monitoring management's performance or corporate control. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ സ്പെഷ്യൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പോളിസി സെറ്റിങ്, ഡിസിഷൻ മേക്കിംഗ്, മാനേജ്മെൻറ്റ്സിൻ്റെ മോണിറ്റർ ചെയ്യുക, അതുപോലെ തന്നെ അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക, കോർപ്പറേറ്റ് കൺട്രോൾ നടത്തുക. ഇത്രയും ഡ്യൂട്ടീസാണ് ഓരോ ബോർഡിനും ഉള്ളത്. Equity financing is a common method of raising capital for corporation in the United Kingdom and the US. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആംഗ്ലോ അമേരിക്കൻ മോഡൽ എന്ന് പറയുന്നത് ഏതൊക്കെ രാജ്യങ്ങളാണ് ഇത് മെയിനായിട്ട് അപ്ലൈ ചെയ്യുന്നത്? UK, US കൺട്രീസിലാണ്. അവിടുത്തെ ഇക്വിറ്റി ഫിനാൻസിങ് എന്ന് പറയുന്നതാണ് മെയിൻ റേസിംഗ് ഓഫ് ക്യാപിറ്റൽ. മൂലധനം റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മെയിനായിട്ട് ഉപയോഗിക്കുന്ന സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇക്വിറ്റി ഫിനാൻസിങ് ആണ്. It is not surprising, therefore, the US is the largest capital market in the world and that the London Stock Exchange is the third largest stock exchange in the world after the New York Stock Exchange and Tokyo. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് ഈ ക്യാപിറ്റൽ റേസിങ്ങിന് വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നത്. US എന്ന് പറയുന്നത് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ മാർക്കറ്റാണ്. അതോടൊപ്പം തന്നെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് തേർഡ് പ്ലേസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഏതൊക്കെയാണ് വേറെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ക്യാപിറ്റൽ റേസിങ്ങിന് വേണ്ടി സഹായിക്കുന്നത്? ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ദാറ്റ് ഈസ് NYSE, അതുപോലെ തന്നെ ടോക്കിയോ. അപ്പോൾ ഈ 4 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് ക്യാപിറ്റൽ റേസ് ചെയ്യാനായിട്ട് UK, US കൺട്രീസിൽ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നത്. There is a causal relationship between the importance of equity financing and size of the capital market and the development of the corporate governance system. അവിടെ ഒരു ഗുഡ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. എന്ത് തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പാണ് ഇവിടെ ഉണ്ടാക്കുന്നത്? ഇക്വിറ്റി ഫിനാൻസിങ്ങും അതുപോലെ തന്നെ ദ സൈസ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ സൈസ് അത് ലാർജായിരിക്കും, ലാർജ് സ്കെയിലായിരിക്കും മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് വൈഡ് മാർക്കറ്റ് തന്നെയാണ് ഈ ആംഗ്ലോ അമേരിക്കൻ സിസ്റ്റത്തിലുള്ളത്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസ് സിസ്റ്റം എന്ന് പറയുന്നതിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതും ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്തിനൊക്കെയുള്ള റിലേഷൻഷിപ്പാണ്? ഇക്വിറ്റി ഫിനാൻസിങ്ങും ക്യാപിറ്റൽ മാർക്കറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതോടൊപ്പം തന്നെ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇവിടെ കൂടുതലായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. The US is both the world's largest capital market and the home of the world's most developed system of proxy voting and the shareholder activism by institutional investors.
ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് കൂടുതലായിട്ട് ട്രേഡിംഗ് നടത്തുന്നത്, ട്രാൻസാക്ഷൻസ് നടത്തുന്നത് US സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. അത് ലാർജസ്റ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ മാർക്കറ്റാണ്. അതുപോലെ തന്നെ മോസ്റ്റ് ഡെവലപ്ഡ് സിസ്റ്റം എന്ന് പറയുന്നതും പ്രോക്സി വോട്ടിംഗ് എന്ന് പറയുന്നതും എവിടെയാണ് ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നത്? UK ബേസ്ഡ് അല്ലെങ്കിൽ US ബേസ്ഡ് ക്യാപിറ്റൽ മാർക്കറ്റുകളിലാണ്. അതുകൊണ്ട് തന്നെ ഷെയർ ഹോൾഡർ ആക്ടിവിസം എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ നടക്കുന്നത് എവിടെയാണ്? US ക്യാപിറ്റൽ മാർക്കറ്റിലാണ്. Institutional investors also play an important role in both the capital market and corporate governance in the UK. ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നവരാണ് UK-യിലും കോർപ്പറേറ്റ് ഗവേണൻസിലും അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് പ്ലേ ചെയ്യുന്നത്. അതായത് ക്യാപിറ്റൽ റേസിംഗ് എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രാധാന്യം വരുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനാണ്. അതിൽ അവർ ചെയ്യുന്ന റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പ്രവർത്തനം എന്ന് പറയുന്നത് എന്ത് തമ്മിലാണ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നത്? ക്യാപിറ്റൽ മാർക്കറ്റും അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസും തമ്മിലാണ്. The Anglo-US model developed within the context of the free market economy assumes the separation of ownership and control in most publicly held corporations. ഫ്രീ മാർക്കറ്റ് കമ്പനി അല്ലെങ്കിൽ ഫ്രീ മാർക്കറ്റ് ഇക്കോണമി എന്ന് പറയുന്നതിനാണ് AngloUS മോഡൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവിടെ എന്താണ് അസ്യൂം ചെയ്യുന്നത്? സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ. കൺട്രോളും അതുപോലെ തന്നെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെ? പബ്ലിക്കലി ഹെൽഡ് കോർപ്പറേഷൻസ്. പബ്ലിക്കലി ഹെൽഡ് കോർപ്പറേഷനിലാണ് എന്ത് സെപ്പറേഷൻ അവർ കൂടുതലായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്? ഓണർഷിപ്പും അതുപോലെ തന്നെ കൺട്രോൾ എന്ന് പറയുന്നതിൽ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് വരുത്തുന്നത്. ദിസ് ഇമ്പോർട്ടൻറ്റ് ലീഗൽ ഡിസ്റ്റിങ്ഷൻ സെർവ്സ് എ വാല്യുബിൾ ബിസിനസ് ആൻഡ് സോഷ്യൽ പർപ്പസ്. ഇങ്ങനെ ഒരു അതായത് ഫ്രീ മാർക്കറ്റ് ഇക്കോണമിയിലൂടെ സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത് പബ്ലിക്കലി ഹെൽഡ് കോർപ്പറേഷനിൽ നടക്കുമ്പോൾ അവിടെ ഒരു നിയമപരമായിട്ടുള്ളൊരു വേർതിരിവ് തന്നെയാണ് അവിടെ നടക്കുന്നത്. അതായത് വാല്യുബിൾ ബിസിനസ് ആൻഡ് സോഷ്യൽ പർപ്പസ് എന്ന് പറയുന്ന ആ ഒരു ഫോക്കസിങ്ങിൽ നോക്കുമ്പോൾ ലീഗൽ ഡിസ്റ്റിങ്ഷനാണ് ഇവിടെ ഓണർഷിപ്പും കൺട്രോളും തമ്മിൽ ഉള്ളത്. So the investors contribute capital and maintain ownership in the enterprise while generally avoiding legal liability for the acts of the corporation. ഇവിടെ വേർതിരിവ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ മെയിൻ്റനൻസിലാണെങ്കിലും അവിടെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് വേറെയും. അതുപോലെ തന്നെ അവർ കൂടുതലായിട്ട് അവോയ്ഡ് ചെയ്യുന്നത് ലീഗൽ ലയബിലിറ്റി വരുത്താതെ, ഒരു കോർപ്പറേഷന് ലീഗൽ ലയബിലിറ്റി വരുത്താതെയാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. So investors avoid legal liability by ceding to management control of the corporation and paying management for acting as their agent by undertaking the affairs of the corporation. എന്താണ് ഈ സീഡിംഗ് എന്ന് വെച്ചാൽ? വളരെയധികം സ്ട്രോങ് ഡിസിഷൻ, ദൃഢനിശ്ചയത്തോട് കൂടിയിട്ടാണ് ഈ മാനേജ്മെൻറ്റിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് ആര് നടത്തുന്നത്? ഇൻവെസ്റ്റേഴ്സ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ലീഗൽ ലയബിലിറ്റി എന്ന് പറയുന്നതിനെ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. And they paying management for acting as their agent by undertaking the affairs of the corporation. കോർപ്പറേഷൻ്റെ ഡെയിലി അഫയേഴ്സ് എന്ന് പറയുന്നത് അവർ സ്വന്തമായിട്ട് സെൽഫ് ഇൻട്രസ്റ്റിൽ ഏറ്റെടുത്തുകൊണ്ട് അവരത് ആക്ട് ചെയ്യാണ്. എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഈ കോർപ്പറേഷൻ്റെ ഏജൻ്റായിട്ട് മാനേജ്മെൻറ്റ് കാര്യങ്ങളിലും കൂടിയും ഒരു മോണിറ്ററിങ് എന്ന് പറയുന്നതിന് അവർ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർ നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. So the cost of this separation of ownership and control is defined as a agency cost. അങ്ങനെ വരുമ്പോൾ ഈ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നതിന് ഒരു അഡീഷണൽ കോസ്റ്റ് വരുന്നുണ്ട്. ആ കോസ്റ്റാണ് ഈ സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത് നടപ്പിലാക്കാനായിട്ട് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത്. ആ കോസ്റ്റിനെ പറയുന്ന പേരാണ് എന്ത്? ഏജൻസി കോസ്റ്റ് എന്ന്. The interest of the shareholders and management may not always go together. ഒരിക്കലും ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റും മാനേജ്മെൻറ്റിൻ്റെ ഇൻട്രസ്റ്റും എന്ന് പറയുന്നത് ഒരുമിച്ച് പോകുന്ന കാര്യമല്ല. എന്താണ് അതിൻ്റെ കാരണം? നമ്മൾ ഏജൻസി പ്രിൻസിപ്പിൾ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ലോങ് ടേം ആണ്. അതേസമയം മാനേജ്മെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആണ്. ഇപ്പോൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റിന് മാത്രമേ, റവന്യൂവിന് മാത്രമേ ആര് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ? മാനേജ്മെൻറ്റ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നുള്ളൂ. അതേസമയം ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നവർ വാല്യൂ മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് എത്ര നാളത്തേക്ക് നോക്കുന്നുണ്ട്? ലോങ് പീരീഡിലേക്കാണ് നോക്കുന്നത്. So the laws governing corporations in countries using the Anglo-US model attempt to reconcile this conflict in several ways.
അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്നൊരു കോൺഫ്ലിക്റ്റ്, അതായത് ഷെയർ ഹോൾഡേഴ്സും മാനേജ്മെൻറ്റും ഈ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന പേരിലുണ്ടാക്കുന്ന കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്നത് മാക്സിമം നിയമപരമായിട്ട് ഒഴിവാക്കാൻ അല്ലെങ്കിൽ റീകൺസൈൽ ചെയ്യാൻ, സെറ്റിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ദേ പ്രിസ്ക്രൈബ് ദ എലക്ഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ബൈ സെവറൽ വേയ്സ്. അതെങ്ങനെയാണ് റീകൺസൈൽ ചെയ്യാനായിട്ട് നോക്കുന്നത്? അവർ എലക്ഷൻ നടത്തും, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ എലക്ഷൻ നടത്തുന്നത് എങ്ങനെയാണ്? ബൈ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് റിക്വയർസ് ദാറ്റ് ബോർഡ്സ് ആക്ട് ആസ് എ fiduciaries for shareholders' interest by overseeing management on behalf of the shareholders. ഷെയർഹോൾഡേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ എലക്ഷൻ വഴിയായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ ബോർഡിൻ്റെ ആക്ട് എന്ന് പറയുന്നത് എന്താണ്? റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് ഫിഡ്യൂഷ്യറീസ് ഫോർ ഷെയർ ഹോൾഡേഴ്സ്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു വിശ്വസ്തർ. ഫിഡ്യൂഷ്യറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവർക്ക് വിശ്വാസമുള്ള അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഷെയർ ഹോൾഡേഴ്സ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ എലക്ട് ചെയ്യുന്നത്. സോ അവരായിരിക്കും ഈ ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നടപ്പിലാക്കുന്നത്. In the UK and USA, a wide range of laws and regulatory codes define relationships among management, directors and shareholders. അപ്പോൾ 3 പാർട്ടിസിപ്പൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആരൊക്കെയാണ്? മാനേജ്മെൻറ്റ്, ഡയറക്ടേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ UK, US കൺട്രീസിൽ വളരെയധികം നിയമപരമായിട്ട് ലോസ് ആൻഡ് റെഗുലേറ്ററി കോഡ്സ് എന്ന് പറയുന്നത് ഈ മാനേജ്മെൻറ്റ്, ഡയറക്ടേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ് 3 പാർട്ടിസിപ്പൻസിനെയും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ടുള്ള വളരെയധികം കോഡ്സ് നടപ്പിലാക്കുന്നുണ്ട്. ഏതൊക്കെ രാജ്യങ്ങളിലാണ്? UK, US രാജ്യങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആംഗ്ലോ ഇന്ത്യൻ മോഡൽ എന്ന് പറയുന്നത്, ആംഗ്ലോ അമേരിക്കൻ മോഡൽ എന്ന് പറയുന്നത് ഇഫക്റ്റീവായിട്ട് നടത്താനായിട്ട് എവിടെ സാധിക്കുന്നുണ്ട്? UK, US കൺട്രീസിൽ സാധിക്കുന്നുണ്ട്. അതായത് വെൽത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്ലേസസിൽ ആംഗ്ലോ അമേരിക്കൻ മോഡൽ ഇഫക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. The outstanding features of this model can be summarized as the ownership and control are separated and the primary objective is to increase the value maximization of shareholders. അപ്പോൾ നമ്മൾ ആംഗ്ലോ അമേരിക്കൻ മോഡൽ എന്ന് പറയുന്നത് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മൾ ഏജൻസി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് തന്നെയാണ്. ഇവിടെ സമ്മറൈസ് ചെയ്യുമ്പോൾ 2 ഫാക്ടേഴ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഷെയർ ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന വാല്യൂ മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ആംഗ്ലോ അമേരിക്കൻ മോഡൽ എന്ന് പറയുന്നത് കൊണ്ട് സാധിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് മോഡലും കൂടിയും ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ദി ജപ്പാനീസ് മോഡൽ. ഈ ജപ്പാനീസ് മോഡൽ എന്ന് പറയുന്നത് ആംഗ്ലോ അമേരിക്കൻ മോഡലിൽ പറയുന്ന നേരത്തെ പറഞ്ഞ 2 ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ആൻഡ് ദ വാല്യൂ മാക്സിമൈസേഷൻ. അതിനല്ല ഇവിടെ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. 2 കാര്യങ്ങൾക്കാണ് ജപ്പാനീസ് മോഡലിൽ ഏറ്റവും ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് മാത്രമല്ല, ബോറോവേഴ്സ്, ലെൻഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനും കൂടിയും ഫോക്കസ് ചെയ്യുന്ന ഒരു മോഡലാണ് ജപ്പാനീസ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണോ ബോറോവേഴ്സായിട്ട് അല്ലെങ്കിൽ ലെൻഡേഴ്സായിട്ട് നിൽക്കുന്നത് അവരുടെ ഒരു സപ്പോർട്ടിങ് കൂടിയും ആർക്ക് ലഭിക്കുന്നുണ്ട്? ഷെയർ ഹോൾഡേഴ്സിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 പേരുടെ ഇൻട്രസ്റ്റും കൂടിയും, അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെയും അതോടൊപ്പം തന്നെ ലെൻഡേഴ്സിൻ്റെയും ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു മോഡലാണ് ജപ്പാനീസ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ദ ജപ്പാനീസ് മോഡൽ ഫോക്കസ് ഓൺ ദ ലോങ് ടേം ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനി ഇൻസ്റ്റെഡ് ഓഫ് ദ ഷോർട്ട് റൺ ഷെയർ ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതലായിട്ട് ഒരു സ്ഥാപനത്തിൻ്റെ ലോങ് ടേം ആയിട്ടുള്ള ഒരു റിട്ടേൺ എന്ന് പറയുന്ന ഒരു ഇൻട്രസ്റ്റിനാണ് ഇവിടെ ജപ്പാനീസ് മോഡലിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. Japanese companies raise significant part of capital through banking and other financial institutions. അപ്പോൾ ജപ്പാനീസ് കമ്പനീസ് എന്ന് പറയുന്നത് അവിടെ കൂടുതലായിട്ട് അവരെന്തിനാണ് ഇമ്പോർട്ടൻസ്, ഈ ജപ്പാനീസ് കമ്പനീസ് എന്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്? സിഗ്നിഫിക്കൻറ്റ് പാർട്ട് ഓഫ് ക്യാപിറ്റൽ. ഇങ്ങനെ അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് റേസ് ചെയ്യുന്നത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നാണ്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. അവിടെ ഇൻവെസ്റ്റേഴ്സിനേക്കാൾ കൂടുതലായിട്ട് ബോറോവേഴ്സിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് അവരുടെ മൂലധനം എന്ന് പറയുന്നത് ആരാണ് സപ്ലൈ ചെയ്യുന്നത്? ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. Since the banks and other institutions' stakes are very high in the business, they also work closely with the management of the company. അതുകൊണ്ട് തന്നെ അവരാണ് അവിടുത്തെ മെയിൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കാര്യത്തിലും ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് പ്ലേ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ ജപ്പാനീസ് മോഡലിൻ്റെ ഒരു പ്രത്യേകത.
The shareholders and the main banks together appoint the board of directors and the president. അപ്പം നമ്മൾ ആംഗ്ലോ അമേരിക്കൻ മോഡലിൽ ഷെയർ ഹോൾഡേഴ്സ് മാത്രമാണ് ആരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ജപ്പാനീസ് മോഡലിൽ ആരും കൂടി ചേർന്നുകൊണ്ടാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഷെയർ ഹോൾഡേഴ്സും അതുപോലെ തന്നെ ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും കൂടിയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. In this model, along with the shareholders, the interest of lenders is recognized. അതുകൊണ്ട് ഇവിടെ ഓരോ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസിലും ആരുടെയും കൂടിയും പ്രവർത്തനങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻട്രസ്റ്റും കൂടിയും അവിടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുകയും റെക്കഗ്നൈസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ. In this model, the boards are generally accepted as a huge and exceptionally executive. ഇവിടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നവരെ ആരാണ് എലക്ട് ചെയ്യുന്നത്? ഷെയർ ഹോൾഡേഴ്സും ലെൻഡേഴ്സും കൂടി എലക്ട് ചെയ്യുന്നു. അവർ ആക്സെപ്റ്റ് ചെയ്യുന്നത് ഹ്യൂജ് ആൻഡ് എക്സെപ്ഷണലി എക്സിക്യൂട്ടീവ്, അവരൊരു എക്സിക്യൂട്ടീവ് നിലയ്ക്കാണ് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നത്. In this Japanese model, members of the board generally consisted from the majority of the shareholders. ഷെയർ ഹോൾഡേഴ്സിന് തന്നെയായിരിക്കും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മെമ്പേഴ്സായിട്ട് എലക്ട് ചെയ്യുന്നത്. ഇൻ പർട്ടിക്കുലർ, former senior and middle management of the company are acquired from one of the shareholders in the company. ഒരു ഷെയർ ഹോൾഡർ, ഇങ്ങനെയുള്ള ഷെയർ ഹോൾഡറാണ് ഫോമർ സീനിയർ ആൻഡ് മിഡിൽ മാനേജ്മെൻറ്റ്. മിഡിൽ മാനേജ്മെൻറ്റിലുള്ള ഫോമർ സീനിയർ, ഒരു സീനിയർ ആയിട്ടുള്ളൊരു മെമ്പറെ ഇവിടെ ആരായിട്ട് വർക്ക് ചെയ്യിപ്പിക്കും? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലൊരു മെമ്പറായിട്ട് ആ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ നോക്കാനായിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്നതാണ്. ആ കാര്യമാണ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പഠിക്കേണ്ടത്. ഫോമർ സീനിയർ ആൻഡ് മിഡിൽ മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനിനെയാണ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ കമ്പനിയിൽ ആരായിട്ട് സെലക്ട് ചെയ്യുന്നത്? ബോർഡ് ഓഫ് ഡയറക്ടറായിട്ട് സെലക്ട് ചെയ്യുന്നത്. However, the main bank also plays a key role in the corporate governance system as an outside manager of the company. അപ്പോൾ ഒരാൾ എന്ന് പറയുന്നത് ആ കമ്പനിയിലെ ഷെയർ ഹോൾഡറുടെ ഒരു ഫോമർ സീനിയർ മാനേജ്മെൻറ്റിലുള്ള ഒരാളായിരിക്കും. രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ആരാണോ എവിടെ നിന്നാണോ ക്യാപിറ്റൽ ബോറോ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ലെൻഡർ എന്ന് പറയുന്നത്, അവിടുത്തെ ഒരാളും ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഒരു മെയിൻ റോള് എന്ന് പറയുന്നത് ഉണ്ടായിരിക്കും. In Japan, the corporate policies are influenced by the active intervention of the government since officials are stakeholders in many companies. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നവരായിരിക്കും ആ കമ്പനിയുടെ ഒഫീഷ്യൽസ് എന്നുണ്ടെങ്കിലും അവിടെ ജപ്പാൻ കൺട്രീസിൽ ആ ഗവൺമെൻറ്റിന് ഒരു സ്പെഷ്യൽ ആക്റ്റീവ് ഇൻ്റർവെൻഷൻ, അവരൊരു ഇൻ്റർഫിയറൻസ് ഉണ്ട്. ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇടപെടൽ, ആ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇടപെടലും കൂടിയും ആ കോർപ്പറേറ്റ് ഗവേണൻസിൽ ഉണ്ട് എന്ന് പറയുന്നതാണ് ഈ ജപ്പാനീസ് മോഡലിൻ്റെ ഒരു പ്രത്യേകത. The central bank and the Ministry of Finance are monitoring the supervision and control within the company in its relations with its strategic partners. അപ്പോൾ നേരത്തെ പറഞ്ഞ രണ്ട് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു സീനിയർ ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ ഫോമർ സീനിയർ ആൻഡ് മിഡിൽ മാനേജ്മെൻറ്റ് ഷെയർ ഹോൾഡറുടെ റെപ്രസെൻറ്റേറ്റീവ്, അതുപോലെ തന്നെ ലെൻഡറുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് പാർട്ടിസിപ്പേഷനും അവിടെ ഉണ്ടായിരിക്കും. ഇവിടെ വരുന്നത് സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ ഒരു സൂപ്പർവിഷനും മോണിറ്ററിങ്ങും കോർപ്പറേറ്റ് ഗവേണൻസിൽ കമ്പനിയുടെ കൺട്രോളിൻ്റെ ഭാഗത്തിലുണ്ട്. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സായിട്ട് ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മെമ്പർ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നതിൽ ഒരു ആക്റ്റീവ് മെമ്പറും കൂടിയും അതിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കാര്യത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. The Japanese model is characterized by a high level of stock ownership by affiliated banks and companies. അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, ജപ്പാനീസ് മോഡലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഹൈ ലെവൽ ഓഫ് സ്റ്റോക്ക് ഓണർഷിപ്പ്. സ്റ്റോക്ക് ഓണർഷിപ്പിന് അതിൻ്റെ ലെവൽ ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഹൈ ആയിരിക്കും. ഇറ്റ് ഈസ് എഫിലിയേറ്റഡ് ബൈ ബാങ്ക് ആൻഡ് കമ്പനീസ്. ബാങ്കും അതുപോലെ തന്നെ കമ്പനീസും എഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്ക് ഓണർഷിപ്പാണ് ഈ ജപ്പാനീസ് മോഡലിൻ്റെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത്. A banking system characterized by strong long-term links between bank and corporation. ഇനി ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? സ്ട്രോങ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു ലോങ് ടേം ലിങ്ക് ഉണ്ടായിരിക്കും. എന്ത് തമ്മിലാണ് ഈ ലോങ് ടേം ലിങ്ക് ഉണ്ടാകുന്നത്? ബാങ്കും കോർപ്പറേഷനും തമ്മിൽ ഒരു ലോങ് ടേം ലിങ്കും അതുപോലെ തന്നെ ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതാണ് ഈ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. അതേസമയം ലീഗൽ ആൻഡ് പബ്ലിക് പോളിസി ആൻഡ് ഇൻഡസ്ട്രിയൽ പോളിസി ഫ്രെയിംവർക്ക് ഡിസൈൻ ടു സപ്പോർട്ട് ആൻഡ് പ്രൊമോട്ട് കാരറ്റ്സ്. The board of directors composed almost solely of insiders and comparatively low level of input of outside shareholders
caused and aggravated by complicated procedures for exercising a shareholder's vote. നമ്മൾ നേരത്തെ 2 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്ന് ജപ്പാനീസ് മോഡലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും പിന്നീട് പറഞ്ഞത് ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ആണ്. ഇവിടെ കാരറ്റ്സ് എന്ന് പറയുന്നത് അതൊരു സീരീസാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഒരു സീരീസിനെയാണ് ഇവിടെ എന്തായിട്ട് പറയുന്നത് കാരറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഷെയർ ഹോൾഡിംഗ് സ്ട്രക്ചറിനെയാണ് ഇവിടെ ഒറ്റ ടേമിൽ എന്തായിട്ട് പറയുന്നത് കാരറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാരറ്റ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നിലനിൽക്കുന്നത്? ലീഗൽ ആൻഡ് പബ്ലിക് പോളിസി ആൻഡ് ഇൻഡസ്ട്രിയൽ പോളിസി, ആ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു. ഷെയർ ഹോൾഡിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നതിനെയാണ് ഇവിടെ എന്തായിട്ട് പറയുന്നത് കാരറ്റ്സ് എന്ന് പറയുന്നത്. അവിടെ ലീഗൽ പബ്ലിക് പോളിസി ആൻഡ് ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ഒരു ഫ്രെയിം വർക്കാണ് ഇവിടെ ഡിസൈൻ ചെയ്യുകയും ആ ഡിസൈൻ ചെയ്തിട്ടുള്ള കാരറ്റ്സ് എന്ന് പറയുന്നതാണ് സപ്പോർട്ട് ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുകയും ഓരോ കോർപ്പറേറ്റ് ഗവേണൻസിന് ചെയ്യുന്നത്. So the board of directors composed almost solely of insiders. ഇൻസൈഡർ പ്രവർത്തനങ്ങൾ ആര് ചെയ്യും? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചെയ്യും. അതേസമയം കമ്പാരിറ്റീവ്ലി ലോ ലെവൽ ഓഫ് ഇൻപുട്ട് ഔട്ട്സൈഡ് ഷെയർ ഹോൾഡേഴ്സ്. ഔട്ട്സൈഡ് ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് ലോ ലെവൽ ഓഫ് ഇൻപുട്ടാണ് ഉണ്ടായിരിക്കുക. ഹൈ ലെവൽ ഓഫ് ഇൻപുട്ട് എന്ന് പറയുന്നത് എവിടെ നിന്നായിരിക്കും? ഇൻസൈഡേഴ്സിൽ നിന്നായിരിക്കും. കോസ്ഡ് ആൻഡ് അഗ്രവേറ്റഡ് ബൈ കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയേഴ്സ് ഫോർ എക്സസൈസിങ് ഷെയർ ഹോൾഡേഴ്സ് വോട്ട്. ഷെയർ ഹോൾഡേഴ്സ് വോട്ടിങ്ങിലുള്ള ഒരു ഇൻഫ്ലുവൻസ് അത് മോശമായ രീതിയിൽ, അതായത് കോസ്ഡ് ആൻഡ് അഗ്രവേറ്റഡ്, അത് വഷളാവുന്ന രീതിയിലുള്ള ഒരു കാരണമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാരറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്ക്. അതെങ്ങനെയുള്ളതാണ്? ലീഗൽ പബ്ലിക് ഇൻഡസ്ട്രിയൽ പോളിസി ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫ്രെയിം വർക്കിനെ ഉണ്ടാക്കുകയും ആ ഫ്രെയിം വർക്കിലൂടെ ലീഡ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ഇവിടെ വരച്ചിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സും മെയിൻ ബാങ്ക് ഉണ്ടായിരിക്കും. എന്നുണ്ടെങ്കിലും അവിടെ ഒരു സൂപ്പർവൈസറി ബോർഡും അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കും. അതിനിടയിലായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള മാനേജേഴ്സ് എന്ന് പറയുന്ന ഒരു മാനേജ്മെൻറ്റ്, പ്രസിഡൻ്റ് അടക്കമുള്ള ഒരു മാനേജ്മെൻറ്റ് അതിലുണ്ടായിരിക്കും. അതിലുള്ള ഇമ്പോർട്ടൻറ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെ ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത്? സീനിയർ മെമ്പർ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും, ബോറോവേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊരു റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടായിരിക്കും, സെൻട്രൽ ഗവൺമെൻറ് മിനിസ്റ്റർ ഓഫ് ഫിനാൻസിൻ്റെ ഭാഗത്തു നിന്നും മോണിറ്ററിങ് സൂപ്പർവിഷന് വേണ്ടിയിട്ട് ഓരോ പാർട്ടിസിപ്പൻസ് ഉണ്ടായിരിക്കും എന്ന് പറയുന്നു. അവരെല്ലാവരും കൂടി ചേർന്നതായിരിക്കും ഇവിടുത്തെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. അത് കാരറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് അതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഓക്കെ, many firms of Japan are a part of complex shareholding structures called carrots. അപ്പോൾ കാരറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെനി ഫേംസ് ഓഫ് ജപ്പാൻ ആർ എ പാർട്ട് ഓഫ് കോംപ്ലക്സ് ഷെയർ ഹോൾഡിംഗ് സ്ട്രക്ചർ. ഒരു ഷെയർ ഹോൾഡിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നതാണ് ഇവിടെ കാരറ്റ്സ് എന്ന് പറയുന്നത്. 2 തരത്തിലുള്ള കാരറ്റ്സ് ആണുള്ളത്. ഹൊറിസോണ്ടലും വെർട്ടിക്കലായിട്ടുള്ള 2 ടൈപ്പ് ഓഫ് കാരറ്റ്സ് ഇവിടെ ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും പഠിക്കാം. ജപ്പാനീസ് കാരറ്റ്സ് ഇൻ എ നെറ്റ്വർക്ക് ഓഫ് ഡിഫറെൻറ്റ് ഫേംസ് ദാറ്റ് ഹോൾഡ് ഇൻട്രസ്റ്റ് ഇൻ ഈച്ച് അതർ ടു ഫോം എ ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി ബ്ലാങ്കറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ കാരറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഷെയർ ഹോൾഡിംഗ് സ്ട്രക്ചറാണ്. അതൊരു ഫ്രെയിം വർക്ക് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ ഫ്രെയിം വർക്കിൽ അതിലുള്ള മെമ്പേഴ്സിൻ്റെയൊക്കെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് സിസ്റ്റമാണ് ഈ കാരറ്റ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 തരത്തിലുള്ള കാരറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഹൊറിസോണ്ടൽ കാരറ്റ്സ് ഉണ്ട്, വെർട്ടിക്കൽ കാരറ്റ്സ് ഉണ്ട്. ആദ്യം നമുക്ക് ഹൊറിസോണ്ടൽ കാരറ്റ്സ് എന്താണെന്ന് നോക്കാം. In horizontal carrots, firms are financed by a main bank with a system of cross shareholding and horizontal network of interlinked corporation. അവിടുത്തെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഹൊറിസോണ്ടൽ ആയിരിക്കും. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇങ്ങനെ പാരലലായിട്ട് പോകുന്നതാണ് ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത്. അവിടുത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഫിനാൻസ്ഡ് ബൈ എ മെയിൻ ബാങ്ക്. ഫേമും അതുപോലെ തന്നെ ഏത് ബാങ്കാണോ ഫിനാൻസ് ചെയ്തത് അവർ തമ്മിൽ ഒരു ക്രോസ് ഷെയർ ഹോൾഡിംഗ് എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്കാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. The central figure in a horizontal carrots is a central bank. അപ്പോൾ ഇവിടുത്തെ മെയിൻ സെൻട്രൽ ഫിഗർ എന്ന് പറയുന്നത് ആരായിരിക്കും? സെൻട്രൽ ബാങ്ക് ആയിരിക്കും. അപ്പോൾ ഹൊറിസോണ്ടൽ കാരറ്റ്സിലെ സെൻട്രൽ ഫിഗർ എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്ക് ആയിരിക്കും. അതേസമയം വെർട്ടിക്കൽ കാരറ്റ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് വുഡ് ബി എ ബിഗ് മാനുഫാക്ചറിങ് കമ്പനി. ഒരു ബിഗ് മാനുഫാക്ചറിങ് കമ്പനി, ഇപ്പോൾ ടൊയോട്ട എന്ന് പറയുന്ന ഒരു കമ്പനി പോലെ ഒരു ബിഗ് മാനുഫാക്ചറിങ് കമ്പനീനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? വെർട്ടിക്കൽ കാരറ്റ്സ് ആയിട്ട് പറയുന്നത്. എനി ബിഗ് കമ്പനീനെ നമുക്ക് എന്തായിട്ട് പറയാം? വെർട്ടിക്കൽ കാരറ്റ്സ് ആയിട്ട് പറയാവുന്നതാണ്.
Managers do not have a fiduciary responsibility only to the shareholders but also to stakeholders. അവിടെ ഒരു ഫിഡ്യൂഷണറി റെസ്പോൺസിബിലിറ്റി, വിശ്വസ്തർ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് മാത്രമല്ല ബട്ട് ഓൾസോ ടു ദ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണോ അവിടെ താല്പര്യം കാണിക്കുന്നത്, അത് ചിലപ്പോൾ എംപ്ലോയീസ് ആയിരിക്കാം, ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കാം, കസ്റ്റമേഴ്സ് ആയിരിക്കാം, സപ്ലയേഴ്സ് ആയിരിക്കാം. എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും അവിടെ ഒരു ഫിഡ്യൂഷറി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഉണ്ടാകുന്നുണ്ട്. In practice, the managers are expected to pursue the interest of a wider set of stakeholders, including employees, customers and shareholders who are considered part of it. അപ്പോൾ വെർട്ടിക്കൽ കാരറ്റ്സ് എന്ന് പറയുന്നതിൽ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും താല്പര്യങ്ങളെ നമ്മൾ ഒന്നിച്ച് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണ്. ആ ഒന്നിച്ച് കൊണ്ടുപോകുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ആരുടെയൊക്കെ ഇൻട്രസ്റ്റ് ആണ്? എംപ്ലോയീസ് ആവാം, കസ്റ്റമേഴ്സ് ആവാം, സപ്ലയേഴ്സ് ആവാം, ഷെയർ ഹോൾഡേഴ്സ് ആവാം. ഇവരുടെ എല്ലാവരുടെയും ഇൻട്രസ്റ്റിനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ നോക്കുന്ന ഒരു മോഡലാണ് ജപ്പാനീസ് മോഡൽ എന്ന് പറയുന്നത്. ഇക്വിറ്റി ഫിനാൻസിങ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ജപ്പാനീസ് കോർപ്പറേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആംഗ്ലോ അമേരിക്കൻ മോഡലിൽ ഇക്വിറ്റി ഫിനാൻസിങ്ങിന് തന്നെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ ലാർജർ ആയിട്ടുള്ള സ്റ്റോക്ക് ഹോൾഡേഴ്സ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് എന്ന് പറയുന്നത് UK, USA എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് അവിടെ ഇക്വിറ്റി ഫിനാൻസിങ് എന്ന് പറയുന്ന ക്യാപിറ്റൽ മാർക്കറ്റിൽ അവർ നിലനിർത്തുന്നത്. ഇവിടെയും ഇക്വിറ്റി ഫിനാൻസിങ്ങിന് തന്നെയാണ് ഇമ്പോർട്ടൻസ് എന്നുണ്ടെങ്കിലും ഇൻസൈഡേഴ്സ് ആൻഡ് ദെയർ അഫിലിയേറ്റ്സ് are the major shareholders in most Japanese corporation. ഇവിടെ ജപ്പാനീസ് കോർപ്പറേഷനിലെ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഇക്വിറ്റി ഫിനാൻസിങ് എന്ന് പറയുന്നത് ആരായിരിക്കും? ഇൻസൈഡേഴ്സും അതുപോലെ തന്നെ അവരുടെ അഫിലിയേറ്റ്സും ആയിരിക്കും ഇവിടുത്തെ കൂടുതലായിട്ടുള്ള ക്യാപിറ്റൽ ഫിനാൻസിങ് അല്ലെങ്കിൽ ഇക്വിറ്റി ഫിനാൻസിങ് എന്ന് പറയുന്നത്. കോൺസിക്വൻ്റ്ലി ദേ പ്ലേ എ മേജർ റോൾ ഇൻ ദ ഇൻഡിവിജ്വൽ കോർപ്പറേഷൻ ആൻഡ് ഇൻ എ സിസ്റ്റം ആസ് എ ഓൾ. അപ്പം മുഴുവനായിട്ടും ആ ഇൻസൈഡേഴ്സ് തന്നെയായിരിക്കും ആ കോർപ്പറേഷൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, മോണിറ്ററിങ് എന്ന് പറയുന്നത്, സൂപ്പർവിഷൻ എന്ന് പറയുന്നത് നടപ്പിലാക്കുന്നത്. കോൺവേഴ്സ്ലി ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഔട്ട്സൈഡ് ഷെയർ ഹോൾഡേഴ്സ് ആർ മാർജിനൽ. അതുകൊണ്ട് തന്നെ ഇൻസൈഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഔട്ട്സൈഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? മാർജിനലായിരിക്കും. ഏത് കേസിൽ? ജപ്പാനീസ് മോഡലിൽ. ദ പെർസെൻറ്റേജ് of foreign ownership of Japanese stock is small. അതുപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫോറിൻ മണി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫോറിൻ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ജപ്പാനീസ് മോഡലിൽ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ബട്ട് ഇറ്റ് മേ ബിക്കം എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ മേക്കിംഗ് ദ മോഡൽ മോർ റെസ്പോൺസീവ് ടു ഔട്ട്സൈഡ് ഷെയർ ഹോൾഡേഴ്സ്. ഔട്ട്സൈഡ് ഷെയർ ഹോൾഡേഴ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ജപ്പാനീസ് കോർപ്പറേഷൻ ആണെങ്കിൽ അവിടെ ഫോറിൻ ഓണർഷിപ്പ് എന്ന് പറയുന്നതിന് പ്രാധാന്യം ഉണ്ടായിരിക്കും. അല്ലാത്ത കേസിൽ ഒരിക്കലും ഔട്ട്സൈഡേഴ്സിന് പ്രാധാന്യം ഉണ്ടായിരിക്കില്ല. In the Japanese model, the 4 key players are the main bank, management and the government. ഇവിടെ ജപ്പാനീസ് മോഡൽ എന്ന് പറയുന്നതിൻ്റെ പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ റോൾ പ്ലെയേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? മെയിൻ ബാങ്ക്, അതായത് മേജർ ഇൻസൈഡ് ദ ഷെയർ ഹോൾഡർ, ഷെയർ ഹോൾഡർ നമ്മുടെ കമ്പനിയുടെ ഉള്ളിലുള്ള ആൾക്കാരും അതുപോലെ തന്നെ എഫിലിയേറ്റഡ് കമ്പനി ഓർ കാരറ്റ്സിൽ വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ എഫിലിയേറ്റഡ് പേഴ്സൺസ് അല്ലെങ്കിൽ എഫിലിയേറ്റഡ് കമ്പനീസ് അവരും ഇതിൽ ഇമ്പോർട്ടൻറ്റ് പാർട്ടിസിപ്പൻസ് തന്നെയാണ്. മാനേജ്മെൻറ്റ്, ഗവൺമെൻറ്. അപ്പം 4 ഇമ്പോർട്ടൻറ്റ് പ്ലെയേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? മെയിൻ ബാങ്ക്, അതുപോലെ തന്നെ എഫിലിയേറ്റഡ് കമ്പനി അല്ലെങ്കിൽ കാരറ്റ്സ് എന്ന് പറയുന്ന ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്, മാനേജ്മെൻറ്റ്, ഗവൺമെൻറ്. ഈ 4 പേരാണ് ഇതിലെ മെയിൻ പ്ലെയേഴ്സ് എന്ന് പറയുന്നത്. Note that the interaction among these players serves to link relationship rather than balance powers. ഇവിടെ പവേഴ്സിനേക്കാൾ കൂടുതൽ അവർ ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണ്? ഗുഡ് റിലേഷൻഷിപ്പാണ്. ഈ പാർട്ടിസിപ്പൻസ് 4 പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞാൽ ബാങ്ക്, കാരറ്റ്സ്, മാനേജ്മെൻറ്റ്, ഗവൺമെൻറ്, ഇവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉണ്ടാക്കുന്നത്, അല്ലാതെ പവേഴ്സ് എന്ന് പറയുന്നത് ബാലൻസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട്. ആസ് ഇൻ ദ കേസ് ഇൻ ദ ആംഗ്ലോ-US മോഡൽ. In contrast with the Anglo-US model, non-affiliated shareholders have little or no voice in Japanese governance. Japanese governance-ൽ ഇവിടെ non-affiliated shareholders-ന് ഒരു വോയിസും ഉണ്ടായിരിക്കില്ല. ഇൻസൈഡേഴ്സിനാണ് കൂടുതൽ പ്രാധാന്യം ഇവിടെ കൊടുക്കുന്നത്. As a result, there are few truly independent directors, that is directors representing outside shareholders. Directors outside shareholdersനെ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു വിശ്വസ്തരായിട്ടുള്ള ഒരു റെപ്രസെൻറ്റേറ്റീവിനെ കിട്ടാനായിട്ട് സാധിക്കില്ല. അവരെങ്ങനെയുള്ളതായിരിക്കും? ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ആയിരിക്കും.
Interaction among the key players in the Japanese model generally links and strengthens relationship. അപ്പോൾ ഇവിടെ പ്ലെയേഴ്സ് തമ്മിൽ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ്, സ്ട്രെങ്തൻ റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ ഒരു ലിങ്ക് ഉണ്ടാക്കുകയും ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ത്രൂ ആണ് ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവർ ജപ്പാനീസ് മോഡലിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ആരൊക്കെ തമ്മിൽ? പാർട്ടിസിപ്പൻസ്. ആരൊക്കെയാണ് പാർട്ടിസിപ്പൻസ്? ബാങ്ക്, കാരറ്റ്സ്, മാനേജ്മെൻറ്റ്, ഗവൺമെൻറ്. ദിസ് ഈസ് എ ഫണ്ടമെൻ്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ജപ്പാനീസ് മോഡൽ. അത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ജപ്പാനീസ് മോഡലിൻ്റെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താണ്? ലിങ്ക് ആൻഡ് സ്ട്രെങ്ത് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതാണ് ഒരു ഫണ്ടമെൻ്റൽ ക്യാരക്ടർ എന്ന് പറയുന്നത്. Japanese corporations prefer that a majority of its shareholders be long-term, preferably affiliated parties. അപ്പോൾ ഇവിടെ ജപ്പാനീസ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് അവർ ആരെയാണ് പ്രിഫർ ചെയ്യുന്നത്? ഷെയർ ഹോൾഡേഴ്സിനെ തന്നെയാണ് ലോങ് ടേമിൽ മെജോറിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ എഫിലിയേറ്റഡ് കമ്പനീസിനെയും എഫിലിയേറ്റഡ് പാർട്ടീസിനെയും അവർ പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതായത് ഓൾമോസ്റ്റ് പറയുകയാണെങ്കിൽ ഇൻസൈഡേഴ്സിനെയാണ് അവർ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. In contrast, outside shareholders represent small constituency and are largely excluded from the process. പ്രോസസ്സിൽ നിന്ന് ഔട്ട്സൈഡ് ഏജൻസിനെ എക്സ്ക്ലൂഡ് ചെയ്യുകയും അവർക്ക് കൂടുതൽ പ്രാധാന്യം ഒരിക്കലും കൊടുക്കുന്നില്ല. ഏത് മോഡലിൽ? ജപ്പാനീസ് മോഡലിൽ. Annual reports and materials related to the annual general meeting are available to all shareholders. എല്ലാ ഷെയർഹോൾഡേഴ്സിനും ആനുവൽ റിപ്പോർട്ട്, അതുപോലെ തന്നെ ആനുവൽ ജനറൽ മീറ്റിങ്ങിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്, മെറ്റീരിയൽസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഷെയർഹോൾഡേഴ്സ് മേ അറ്റൻഡ് ദ ആനുവൽ ജനറൽ മീറ്റിംഗ് വോട്ട് ബൈ പ്രോക്സി ഓർ വോട്ട് ബൈ മെയിൽ. അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിന് ആനുവൽ ജനറൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനും പ്രോക്സി വോട്ട് ചെയ്യാനും അതുപോലെ തന്നെ വോട്ട് എന്ന് പറയുന്നത് മെയിൽ ചെയ്ത് കൊടുക്കാനുള്ള ഒരു പ്രിവിലേജ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ജപ്പാനീസ് മോഡലിൻ്റെ ഒരു പ്രത്യേകത. In theory, the system is simple. However, the mechanical system of voting is more complicated for non-Japanese shareholders. Non-Japanese shareholders ആണെങ്കിൽ അവർക്ക് വോട്ടിംഗ് എന്ന് പറയുന്നത് മെയിൽ വഴിയാണ്. അത് കൂടുതൽ മെക്കാനിക്കൽ സിസ്റ്റം ആയതുകൊണ്ട് അത്രത്തോളം പ്രാക്ടിക്കൽ അല്ല. എന്നുണ്ടെങ്കിലും ജപ്പാനീസ് മോഡലിൽ നമുക്ക് എന്തായിട്ട് പറയാം? സിമ്പിൾ ആണെന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ 2 മോഡലാണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. ആംഗ്ലോ അമേരിക്കൻ മോഡലും അതുപോലെ തന്നെ ജപ്പാനീസ് മോഡലും. ഒരു മോഡലും കൂടി ഡിസ്കസ് ചെയ്യാണ്ട്, ജർമ്മൻ മോഡൽ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ, മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഇന്നത്തെ അസൈൻമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേജ് നമ്പർ 107 24ാമത്തെ റെഫറൻസ് നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ട് വായിക്കുകയും അറിവ് സമ്പാദിക്കുകയും വേണം. കലണ്ടർ എലൻ്റെ ഒരു പ്രാക്ടിക്കൽ ഗൈഡ് എന്ന് പറയുന്നതാണ് ഈ 24ലുള്ള റെഫറൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു ലീഗൽ ഫ്രെയിം വർക്ക്, പ്രാക്ടിക്കൽ ഗൈഡ് ടു ലീഗൽ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട് കലണ്ടർ എലൻ എന്താണ് പറയുന്നത് എന്നുള്ളതാണ് നിങ്ങളോടൊന്ന് റെഫർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂടുതലായിട്ട് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ഇ ലേണിംഗ് ആണ് ഇപ്പോൾ സാധിക്കുള്ളൂ. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചോദിക്കുക. അതോടൊപ്പം തന്നെ മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. Have a nice day.